ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അടുത്തറിയാനും ആത്മാവിൽ അനുഭവിച്ചറിയാനുമൊക്കെ അവസരം ലഭിക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. തനിക്ക് ബോധിച്ചവർക്കും ചില പ്രത്യേക ദൈവീക ഗുണങ്ങളുള്ളവർക്കുമാണ് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത്. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് യേശുക്രിസ്തു. തിരുവവതാരം ആദ്യം അറിയിച്ചത് ആട്ടിടയന്മാരെയാണ്. പിന്നെ സത്യം അന്വേഷിച്ച് നടന്ന വിദ്വാൻമാരെയും അറിയിച്ചു. വാഗ്ദത്ത മെശിഹായ്ക്ക് വേണ്ടി വർഷങ്ങൾ തന്നെ കാത്തിരുന്ന ശാസ്ത്രിമാരും വിവേകികളും പൗരോഹിത്യ സ്ഥാനികളുമൊക്കെ ധാരാളമുണ്ടായിരുന്നു. പക്ഷേ ഈ പരമസത്യം പങ്കിടാൻ അവരൊന്നും ക്വാളിഫൈഡായി ദൈവം കണ്ടില്ല. യേശുക്രിസ്തുവിൻ്റെ മഹത്വം തിരിച്ചറിയാൻ അക്കാലത്തെ വിവേകികൾക്കും ജ്ഞാനികൾക്കും കഴിഞ്ഞില്ല. മനസ്സിൽ ഭൗതിക അജണ്ടകളുമായി ക്രിസ്തുവിന് ചുറ്റും തടിച്ചുകൂടിയ ജനസഹസ്രങ്ങളോട് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളും ധർമ്മങ്ങളും നിയമങ്ങളുമൊക്കെ പങ്കുവച്ചപ്പോൾ അയ്യോ, ഇത് കഠിന വചനമാണ് എന്ന് പറഞ്ഞ് ആൾക്കൂട്ടം പിരിഞ്ഞുപോയി. വേദിയിൽ ശേഷിച്ച ശിഷ്യന്മാരോട് നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം എന്ന് ക്രിസ്തു പറഞ്ഞു. അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മെശിഹയാണ്. ഞങ്ങൾ ആരുടെ അടുത്ത് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ അടുക്കലുണ്ടല്ലോ എന്നായിരുന്നു പത്രോസിൻ്റെ മറുപടി. ക്രിസ്തു ദൈവപുത്രനാണെന്ന് തിരിച്ചറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചതും സ്വർഗം അത് വെളിപ്പെടുത്തി കൊടുത്തതും പത്രോസിനെ പോലുള്ള ചുരുക്കം ചില സാധാരണക്കാർക്ക് മാത്രമായിരുന്നു. ലോകത്തിലെ 780 കോടി ജനങ്ങളിൽ 73 ലക്ഷം മാത്രമാണ് ക്രിസ്ത്യാനികൾ. 73 ലക്ഷം. അതിൽ തന്നെ ക്രിസ്തു ജീവിതശൈലിയായി ക്രിസ്തുവിൽ വസിക്കുന്നവരും വളരെ വളരെ ചുരുക്കമാണ്. എന്താണ് ഇതിൻ്റെ കാരണം? യോഹന്നാൻ 6-ാം അധ്യായം. പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് ക്രിസ്തു പറഞ്ഞു. പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ. ക്രിസ്തുവുമായുള്ള ആത്മബന്ധത്തിന് ബുദ്ധിയും ഭൗതിക ജ്ഞാനവുമൊന്നും അത്യാവശ്യ ഘടകങ്ങളല്ല എന്നാണ് തിരുവചനം പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ദൈവാനുഭവം ചുരുക്കം ചില എലൈറ്റ് വ്യക്തികളുടെ മാത്രം സ്വകാര്യ അനുഭവമാകുമായിരുന്നു. ആട്ടിടയന്മാരും ശിഷ്യന്മാരും മാർത്തയും മറിയയും ക്രൂശിലെ കള്ളനുമൊക്കെ ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന സത്യം തിരിച്ചറിയാതെ പോകുമായിരുന്നു. അതുകൊണ്ടാണ് വിവേകികൾക്കും ജ്ഞാനികൾക്കും മറിച്ച് ഹൃദയ വിശുദ്ധിയും എളിമയുമുള്ള ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ദൈവം സ്വയം വെളിപ്പെടുത്താതെ ആർക്കും ദൈവത്തെ അറിയാൻ കഴിയില്ല.
അതാണ് ബർയോന ശീമോനോട് ക്രിസ്തു പറഞ്ഞത്, നീ ഭാഗ്യവാനാണ്. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ടെക്സ്റ്റ് ബുക്കുകൾക്കും ദൈവശാസ്ത്ര ക്ലാസ്സുകൾക്കും പ്രഭാഷണങ്ങൾക്കുമൊക്കെ ദൈവത്തെ പരിചയപ്പെടുത്താൻ കഴിയും, പക്ഷേ വെളിപ്പെടുത്താനാവില്ല. ദിവ്യരഹസ്യങ്ങളും മർമ്മങ്ങളും വെളിപ്പെടുത്താൻ ജഡരക്തങ്ങൾക്കാവില്ല. സ്വർഗസ്ഥനായ പിതാവിന് മാത്രമേ സ്വയം വെളിപ്പെടുത്താനാകൂ. അത് ആർക്ക്, എപ്പോൾ, എങ്ങനെ എന്നൊക്കെ തീരുമാനിക്കുന്നത് ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട അത്ഭുത രഹസ്യങ്ങളാണ്. ബുദ്ധിശാലികൾക്ക് വെളിപ്പെടുത്താതെ ദൈവമഹത്വം ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതിൻ്റെ യുക്തിയും പൊരുളുമൊക്കെ വലിയൊരു മിസ്റ്ററിയാണ്. ദൈവമേ, അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിനീതരും വിശ്വസ്തരും ഹൃദയശുദ്ധിയുള്ളവരുമായ സമർപ്പിതർക്ക് മുമ്പിൽ സ്വയം വെളിപ്പെടുത്തുന്നവനാണ് ചെറിയവരുടെ വലിയ ദൈവം. ഈ പരമസത്യം തിരിച്ചറിഞ്ഞ മേരി മാതാവ് ഉച്ചത്തിൽ പാടി. അവൻ തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചിരിക്കുന്നു. ഹൃദയവിചാരങ്ങളിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്നിറക്കി താഴ്ന്നവരെ ഉയർത്തിയിരിക്കുന്നു. റോമാ പൗരത്വവും അറിവും പരീശ ജീവിതശൈലിയുമൊക്കെ ഉണ്ടായിരുന്നിട്ടും സത്യം തിരിച്ചറിയാൻ കഴിയാതിരുന്ന പൗലോസ് അതൊക്കെ ചപ്പ് ചവറുകളായി വലിച്ചെറിഞ്ഞു. വിനീതനായി ആവശ്യബോധത്തോടെ ദൈവമുമ്പാകെ നിന്നപ്പോൾ ദൈവദർശനം അവന് സാധ്യമായി. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ക്രിസ്തു മഹത്വം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ പിന്തുടരുന്നവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളുണ്ടാകും. തണ്ടിൽ വസിക്കുന്ന ശാഖകളുടെ പരിപോഷണം മുന്തിരിവള്ളി ഏറ്റെടുക്കുന്നത് പോലെ ക്രിസ്തുവിൽ ചേർന്ന് വസിക്കുന്നവരുടെ ആവശ്യങ്ങളിൽ, ഏകാന്തതയിൽ, ദുഃഖങ്ങളിൽ, രോഗങ്ങളിൽ ഇമ്മാനുവേൽ സൗഖ്യദായകനും ആശ്വാസപ്രദനുമായി അടുത്തു തന്നെ ഉണ്ടാകും. ഈ പ്രത്യാശയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇയ്യോബ് ഉറക്കെ പ്രഘോഷിച്ചു. 19-ാം അധ്യായം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും.
ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. എത്ര ഉജ്ജ്വലമായ സാക്ഷ്യമാണല്ലേ. ആചാരങ്ങളും ആഘോഷങ്ങളും സെലിബ്രേറ്റ് ചെയ്യാൻ മാത്രമുള്ളതല്ല ക്രിസ്തുമസ്. വന്നവനും വരുവാനിരിക്കുന്നവനുമായ ഇമ്മാനുവേൽ ദൈവവുമായുള്ള ഒരാത്മബന്ധത്തിനുള്ള ഹൃദയശുദ്ധിയും സമർപ്പണവുമൊക്കെ പുതുക്കുവാനും ഒരുക്കുവാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്തുമസ്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് ലഭിക്കുന്ന സമാധാനത്തിൻ്റെ അവകാശികളാകാൻ സ്വയം സമർപ്പിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ക്രിസ്തുമസ്. ലൂക്കോസ് 2:13-14 വാക്യങ്ങൾ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സമൂഹം ഉച്ചത്തിൽ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.